ബയോളജിയുടെ 5th ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. സോൾജേഴ്സ് ഓഫ് ഡിഫെൻസ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം സോൾജേഴ്സ് ഓഫ് ഡിഫെൻസിന് വേണ്ടിയിട്ട് കുറച്ച് പേര് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. വാട്ട് ഡു യു മീൻ ബൈ ഡിഫെൻസ്? നമുക്ക് ആവശ്യമില്ലാത്ത ആരെങ്കിലും നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ കയറിയാൽ അവരെ എതിർക്കുന്നതാണ് ഡിഫെൻസ് എന്ന് പറയുന്നത്. നമുക്ക് ആവശ്യമില്ലാത്ത ശത്രുക്കൾ നമ്മുടെ ശരീരത്തിൽ കയറിയ സോ അതിന് ആരാണ് നമ്മുടെ ബോഡിയിലുള്ളത്? സോ ഹൗ ഈസ് ആർ ബോഡി പ്രൊട്ടക്റ്റിംഗ് അസ് from the germs and other organisms which are not favorable to our body എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൽ ബേസിക്കലി എന്താ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റും ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇഫ് യു ലുക്ക് അറ്റ് അവർ സറൗണ്ടിങ്സ് ദർ ആർ ലോട്ട് ഓഫ് ജേംസ്, കുറേ ജേംസ്, കുറേ ഡസ്റ്റ് പാർട്ടിക്കിൾസ്, കുറേ ബാക്ടീരിയ, വൈറസ് ഒക്കെ നമ്മുടെ ചുറ്റും എപ്പോഴും ഉണ്ട്. ഇഷ്ടം പോലെ അഴുക്കില്ലാത്ത ഒരു സ്ഥലമേ ഉണ്ടാവില്ല. സോ ആ അഴുക്കിൽ നമ്മൾ കണ്ണുകൊണ്ട് കാണാത്ത കുറേ ബാക്ടീരിയ, വൈറസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ പോയി തൊടുമ്പോൾ നാച്ചുറലി ഈ നമ്മുടെ ബോഡിയിലേക്ക് കുറേ എണ്ണം കയറും. നമ്മുടെ ബോഡിയിലേക്ക് കയറാതെ നമ്മുടെ ബോഡി നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ അറിയാതെ തന്നെയാണ് ഇങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ നടക്കുന്നത്. ഇതെല്ലാം ചെയ്യുന്നുണ്ട്. സോ എങ്ങനെയാണ് നമ്മുടെ ബോഡി നമ്മൾ ഡിഫെൻഡ് ചെയ്യുന്നത്, ഇങ്ങനത്തെ കീടാണുക്കളിൽ നിന്നും എങ്ങനെ ഡിഫെൻഡ് ചെയ്യുന്നു എന്ന് നമുക്ക് പഠിക്കാനുണ്ട്. സോ മെയിൻലി ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? ഇമ്മ്യൂണിറ്റീനെ കുറിച്ച് പഠിക്കാനുണ്ട്. ദാറ്റ് ഈസ് ഹൗ അവർ ബോഡി പ്രൊട്ടക്ട്സ് അസ്. ഇമ്മ്യൂണിറ്റീനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഇമ്മ്യൂണിറ്റിയിൽ തന്നെ ഡിഫെൻസ് മെക്കാനിസംസ്. അപ്പോൾ ഒരു വാർ ഉണ്ടെങ്കിൽ, ഒരു യുദ്ധമുണ്ടെങ്കിൽ നമ്മൾ ഡിഫെൻഡ് ചെയ്യും അല്ലേ, നമ്മുടെ സൈഡിനെ ഡിഫെൻഡ് ചെയ്യും, നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ഡിഫെൻസ് മെക്കാനിസം നമ്മുടെ ബോഡി ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഡിഫെൻസ് മെക്കാനിസം തന്നെ 2 ടൈപ്പ് ഉണ്ട്. നോൺ സ്പെസിഫിക് ഡിഫെൻസും ഉണ്ട്, സ്പെസിഫിക് ഡിഫെൻസും ഉണ്ട്. ഈ 2 ടൈപ്പ് ഡിഫെൻസ് മെക്കാനിസം നമ്മൾ പഠിക്കുന്നുണ്ട്. മാത്രമല്ല പ്ലാന്റിൻ്റെ ഡിഫെൻസ് മെക്കാനിസം പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ടോട്ടലി എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? ഇമ്മ്യൂണിറ്റീനെ കുറിച്ച് പഠിക്കാനുണ്ട്, ഡിഫെൻസ് മെക്കാനിസത്തിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഡിഫെൻസിൽ തന്നെ സ്പെസിഫിക് ഡിഫെൻസും ഉണ്ട്, നോൺ സ്പെസിഫിക് ഡിഫെൻസും ഉണ്ട്. മാത്രമല്ല വേറെ ഒരു ടോപ്പിക്ക് പ്ലാന്റിൻ്റെ ഡിഫെൻസ് എങ്ങനെയാണെന്ന് പഠിക്കാനുണ്ട്. സോ അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ അവർ ചോദിക്കണമെന്ന് പറഞ്ഞാൽ, വാട്ട് ആർ സം ഓഫ് ദ വേസ് ഇൻ വിച്ച് ആർ ബോഡി പ്രിവെൻറ്റ്സ് പാത്തജൻസ് ഫ്രം എൻറ്ററിങ് ഇൻ. അപ്പോൾ ഈ പാത്തജൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? സംതിങ് വിച്ച് കോസസ് ഡിസീസ് എന്നുള്ളതാണ് പാത്തജൻ്റെ മീനിങ്. അപ്പോൾ എങ്ങനെയാണ് പാത്തജൻ ഉള്ളിലേക്ക് കയറാതെ നമ്മുടെ ബോഡിക്കുള്ള മെക്കാനിസംസ് എന്തൊക്കെയാണ്? ഇപ്പോൾ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ശ്വസിക്കുമ്പോൾ എയറിൽ കുറേ ഡസ്റ്റ് പാർട്ടിക്കിൾസും കുറേ ജേംസും ഉണ്ട്. അപ്പോൾ ഈ എല്ലാ ജേംസും ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞ് ഡെഫിനറ്റ്ലി അസുഖം വരും. അപ്പോൾ അതിനെ കടക്കാതിരിക്കാനായിട്ട് നമ്മുടെ ബോഡിയുടെ നോസിൽ തന്നെ, നമ്മുടെ മൂക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ 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 ഹെയേഴ്സ് ഉണ്ട്. ഈ ഹെയേഴ്സ് തന്നെ കുറേ എണ്ണത്തിനെ ഫിൽട്ടർ ചെയ്യും. അപ്പോൾ അതേപോലെ തന്നെ മ്യൂക്കസ് ഉണ്ട്, കഫം പോലെ മ്യൂക്കസ് ഉണ്ട്. ആ മ്യൂക്കസിലും കുറേ ജേംസ് ട്രാപ്ഡ് ആവും. അപ്പോൾ നാച്ചുറലി അത് മുഴുവനും ശ്വാസകോശത്തിലേക്ക്, ലങ്സിലേക്ക് എത്തില്ല. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദ വേ. അതേപോലെ ചെവിയുടെ ഉള്ളിൽ കൈയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ദർ ഇസ് സംതിങ് നോൺ ആസ് വാക്സ്. ആ വാക്സും ഈ പറയുന്ന വാക്സും അതേപോലെ ചെറിയ മുടികളും ഉണ്ട്. സ്മോൾ ഹെയേഴ്സ് ആർ പ്രസൻറ്റ്. സോ വാക്സ് ഇസ് ദെയർ ആൻഡ് സ്മോൾ ഹെയേഴ്സ് ആർ പ്രസൻറ്റ്. ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഫ്രം എൻറ്ററിങ് ആൻഡ് ജേംസ് ഫ്രം എൻറ്ററിങ് ദ ഇന്നർ ഇയർ, ഉള്ളിലേക്ക് കടക്കാതെ ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല നമ്മുടെ വായുടെ ഉള്ളിൽ തന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വായിൽ സലൈവ ഉണ്ട്. ഈ സലൈവയിൽ തന്നെ കുറച്ച് പാർട്ടിക്കിൾസ് ഉണ്ട്. സലൈവയിൽ തന്നെ കുറച്ച് എന്താ പറയുക എൻസൈംസ് ഉണ്ട്. ആ എൻസൈംസ് കാരണം തന്നെ ചില ജേംസ് നശിച്ചു പോകും. അതിനേക്കാളും ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിലുള്ള സ്കിന്നാണ്. അപ്പോൾ സ്കിൻ ഇസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് പ്രൊട്ടക്ഷൻ മെക്കാനിസം ദാറ്റ് വി ഹാവ്. അപ്പോൾ ഒരുമാതിരിപ്പെട്ട വെയർ ആൻഡ് ടയർ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി മുറിയുന്നതൊന്നും നമ്മൾ അറിയാൻ കൂടിയില്ല. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് അവർ വെരി തിക്ക് സ്കിൻ. സ്കിന്ന് ഭയങ്കര നന്നായിട്ടാണ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്കിൻ ഇസ് വൺ ഓഫ് ദ വേസ്. സ്മോൾ ഹെയർസ് വിച്ച് ആർ പ്രസൻറ്റ് ഇൻ അവർ ബോഡി ഈസ് അനദർ വേ. ദ ഇയർ വാക്സ് ഇസ് അനദർ വേ ഇൻ വിച്ച് ബോഡി സ്റ്റോപ്സ് us. ബോഡി പ്രിവെൻറ്റ്സ് ദ ജേംസ് ഫ്രം എൻറ്ററിങ്. അതേപോലെ തന്നെ കണ്ണുനീര്, ടിയേഴ്സ് വിച്ച് ഇസ് പ്രസൻറ്റ് ഇൻ അവർ ഐസ് ഈസ് ഓൾസോ അനദർ വേ ഇൻ വിച്ച് ബോഡി പ്രിവെൻറ്റ്സ് ദ ജേംസ് ഫ്രം എൻറ്ററിങ്. അങ്ങനെ കുറേ മെക്കാനിസംസ് ഉണ്ട് നമുക്ക്. അപ്പോൾ നമ്മൾ വി ആർ കമ്മിങ് ടു ദ നെക്സ്റ്റ് മെയിൻ പോയിന്റ്. അപ്പോൾ ഇമ്മ്യൂണിറ്റീനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇമ്മ്യൂണിറ്റി ഈസ് എ എബിലിറ്റി ഓഫ് അവർ ബോഡി. എന്തിനുള്ള എബിലിറ്റിയാണ്? ഇൻ ഓർഡർ ടു പ്രിവെൻറ്റ് ദ ജേംസ് ഫ്രം എൻറ്ററിങ് ആൻഡ് ഓൾസോ അഥവാ എൻറ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ദ കേപ്പബിലിറ്റി ടു ഡിസ്ട്രോയ് ഇറ്റ്. ഈ 2 കോമ്പിനേഷനാണ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് എന്താണ്? 3 പോയിന്റ്സ് ആണ്. ഇമ്മ്യൂണിറ്റി ഈസ് എ കേപ്പബിലിറ്റി ഓഫ് ദ ബോഡി. കേപ്പബിലിറ്റി ഫോർ വാട്ട്? നെക്സ്റ്റ് വൺ, ടു പ്രിവെൻറ്റ് ജേംസ് ഫ്രം എൻറ്ററിങ്. ഇനി മൂന്നാമത്തെ പോയിന്റ്,
അഥവാ എൻ്റർ ചെയ്യുന്നു, ഇഫ് ഇറ്റ് ഹാസ് എൻറ്റേർഡ് കേപ്പബിലിറ്റി ടു ഡിസ്ട്രോയ് ദ ജേംസ്. ഈ 3 പോയിന്റ്സിനെ ഒന്നിച്ചിട്ടാണ് നമ്മൾ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. സോ ഇമ്മ്യൂണിറ്റി ഈസ് എ കേപ്പബിലിറ്റി of our body in order to prevent germs from entering and also to destroy it if they have entered. അപ്പോൾ നമ്മുടെ ബോഡിക്ക് കുറേ ഡിഫെൻസ് മെക്കാനിസംസ് ഉണ്ട് ഇൻ ഓർഡർ ടു അറ്റാക്ക് ദ ജേംസ് ആൻഡ് ഇൻ ഓർഡർ ടു പ്രിവെൻറ്റ് ദ ജേംസ്. കുറേ ഡിഫെൻസ് മെക്കാനിസംസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഇങ്ങനെ ഒരു ജേംസിനെ തൊട്ടാൽ പോലും നമുക്ക് ഈ പറയുന്നത് പോലെ അസുഖം വരാത്തത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഇപ്പോൾ കോൾഡ് ഉള്ള ആരെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ചോളൂ. കോൾഡ് ഒരാൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാവർക്കും കോൾഡ് വരണം എന്ന് നിർബന്ധമില്ല. ഇപ്പോൾ എൻ്റെ ഇമ്മ്യൂണിറ്റി വീക്ക് ആണെങ്കിൽ എനിക്ക് കോൾഡ് വരുമായിരിക്കും. പക്ഷേ അഥവാ വേറൊരാളുടെ ഇമ്മ്യൂണിറ്റി ഭയങ്കര സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ, ഇമ്മ്യൂണിറ്റി മീൻസ് ആ ഡിഫെൻസ് മെക്കാനിസം ഭയങ്കര സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അസുഖം വരണം എന്നില്ല. സോ ദാറ്റ് ഈസ് വൈ നമ്മുടെ ഇമ്മ്യൂണിറ്റി സ്ട്രോങ് ആക്കണം. ചെറുപ്പത്തിൽ തന്നെ ഇപ്പോൾ വൈറ്റമിൻ സി ഒക്കെ കൊടുക്കാൻ പറയും, ഓറഞ്ച് ജ്യൂസ് ഒക്കെ കൊടുക്കാൻ പറയും, ഇൻ ഓർഡർ ടു make the immunity of the child very strong so that diseases പെട്ടെന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇമ്മ്യൂണിറ്റി സ്ട്രോങ് ആക്കണമെന്ന് പറയുന്നത്. സോ വി ആർ കമ്മിങ് ടു ദ നെക്സ്റ്റ് മെയിൻ ടോപ്പിക്. അപ്പോൾ നമ്മൾ ഇമ്മ്യൂണിറ്റി എന്താണെന്ന് കണ്ടു. ഇമ്മ്യൂണിറ്റി കഴിഞ്ഞിട്ടുള്ള മെയിൻ ടോപ്പിക് എന്തായിരുന്നു? ഡിഫെൻസ് മെക്കാനിസം. അപ്പോൾ ഡിഫെൻസ് മെക്കാനിസം തന്നെ 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു, സ്പെസിഫിക് ഡിഫെൻസും നോൺ സ്പെസിഫിക് ഡിഫെൻസും. അതിൽ നമ്മൾ നോൺ സ്പെസിഫിക് ഡിഫെൻസ് ആയിരിക്കും ഇതിൽ നോക്കുന്നത്. സോ ഡിഫെൻസ് മെക്കാനിസം എന്താണെന്ന് നമുക്കൊന്നുകൂടി നോക്കാം. അപ്പോൾ ഡിഫെൻസ് മെക്കാനിസം ഇസ് എ കേപ്പബിലിറ്റി ടു അറ്റാക്ക് ദ to prevent the germs from entering and to kill the germs which has entered എന്ന് നമ്മൾ പറഞ്ഞു. അത് തന്നെ 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു, വിച്ച് ഇസ് സ്പെസിഫിക് ഡിഫെൻസ് ആൻഡ് നോൺ സ്പെസിഫിക് ഡിഫെൻസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ നോൺ സ്പെസിഫിക് ഡിഫെൻസ് എന്ന് പറയുന്നത് എന്താണ്? നോൺ സ്പെസിഫിക് ഡിഫെൻസ്, ആ വാക്ക് എന്താണ്? നോൺ സ്പെസിഫിക്. ഒരു പ്രത്യേക തരം ഡിസീസ് എന്ന് പറഞ്ഞിട്ട് ഒരു വേർതിരിവൊന്നുമില്ല. എല്ലാ പാത്തജൻസിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നതാണ് നോൺ സ്പെസിഫിക് ഡിഫെൻസ്. അപ്പോൾ ചിലപ്പോൾ ചിക്കൻ പോക്സിൻ്റെ ഡിഫെൻസ് എന്ന് പറഞ്ഞാൽ ചിക്കൻ പോക്സിന് മാത്രമുള്ളതായിരിക്കും. ഈ നോൺ സ്പെസിഫിക് ഡിഫെൻസിന് അങ്ങനെ ഒരു വേർതിരിവില്ല. ചിക്കൻ പോക്സിൻ്റെ വൈറസ് ആണെങ്കിലും ഈ പനിയുടെ വൈറസ് ആണെന്നുണ്ടെങ്കിലും കോമൺ കോൾഡിൻ്റെ വൈറസ് ആണെങ്കിലും ഡസ്റ്റ് ആണെങ്കിലും എല്ലാത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നതാണ് നോൺ സ്പെസിഫിക്. ഇന്നതിന് എന്ന് പറഞ്ഞിട്ടൊരു വേർതിരിവില്ല. So non-specific defense mechanism is a mechanism that protects us from all pathogens. ആ പാത്തജൻസ് എന്ന് മാത്രമല്ല, ആ പാത്തജൻസ് കുറേ വേണ്ടാത്ത ടോക്സിൻസ് ഉണ്ടാക്കും. ടോക്സിൻസ് ആർ വെരി ഹാംഫുൾ ടു അവർ ബോഡി. അവരുണ്ടാക്കുന്ന കെമിക്കൽസ് ആണ്. ആ കെമിക്കൽസ് തന്നെയാണ് ടോക്സിൻസ് എന്ന് പറയുന്നത്. പാത്തജൻസ് ഉണ്ടാക്കുന്ന ടോക്സിൻസ് വിച്ച് ആർ ഹാംഫുൾ ടു അവർ ബോഡീനെയാണ് നമ്മൾ ടോക്സിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടോക്സിൻസിൽ നിന്നും നമ്മളെ രക്ഷിക്കും. സോ നോൺ സ്പെസിഫിക് ഡിഫെൻസ് മെക്കാനിസം എന്ന് പറയുന്നത് എല്ലാ പാത്തജൻസിൽ നിന്നും അവരുടെ ടോക്സിൻസിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നതാണ് നോൺ സ്പെസിഫിക് മെക്കാനിസം. അപ്പോൾ ഇതെന്ന് പറയുന്നത് ആ അസുഖത്തിൻ്റെ ഒരു വെറൈറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സോ ഒന്നും കൺസിഡർ ചെയ്യില്ല. ഇറ്റ് സിംപ്ലി പ്രൊട്ടക്ട്സ് us ഫ്രം എവറിത്തിങ് എന്നുള്ള സ്റ്റൈലാണ് അവർ വർക്ക് ചെയ്യുന്നത്. So the variety and the characteristic features of the disease is not, or the pathogen is not considered in this. The specific എന്താ പറയുക, സ്പെസിഫിക് ഡിഫെൻസ് മെക്കാനിസത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബാക്ടീരിയ വന്നു കഴിഞ്ഞാൽ ഇന്ന ടൈപ്പ് ബാക്ടീരിയ ആണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സോൾജേഴ്സിനെ ഇറക്കിയിട്ട് അതിനെ അറ്റാക്ക് ചെയ്യും. പക്ഷേ നോൺ സ്പെസിഫിക് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഇന്ന ടൈപ്പ് ബാക്ടീരിയ എന്നൊന്നും കൺസിഡർ ചെയ്യില്ല. അവരുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സോ വെറൈറ്റിയോ ഒന്നും കൺസിഡർ ചെയ്യില്ല. യൂസസ് എ കോമൺ സ്ട്രാറ്റജി ഫോർ എവറിബഡി. ആ സ്റ്റൈലിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. സ്പെസിഫിക് ഡിഫെൻസ് മെക്കാനിസം ഈസ് എ ഡിഫെൻസ് മെക്കാനിസം. അപ്പോൾ നമ്മളിനി സ്പെസിഫിക്കിലോട്ട് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്ത് പറയുകയാണ്. ഡിഫെൻസ് മെക്കാനിസം ഈസ് എ ഡിഫെൻസ് പ്രോസസ് ബൈ വിച്ച് ലിംഫോസൈറ്റ്സ്, എ ടൈപ്പ് ഓഫ് വൈറ്റ് ബ്ലഡ് സെൽസ്, ഐഡൻറ്റിഫൈ പാത്തജൻസ് ആൻഡ് പ്രിവെൻറ്റ് ദം ഫ്രം കോസിങ് ഡിസീസ്. അപ്പോൾ സ്പെസിഫിക് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ബ്ലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ഇസ് വൺ ഓഫ് ദ മേജർ അറ്റാക്കിംഗ് സിസ്റ്റംസ് ഇൻ ആ ബോഡി. ബ്ലഡിൻ്റെ ഉള്ളിൽ എന്താണുള്ളത്? വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ട്. സോ വൈറ്റ് ബ്ലഡ് സെൽസ് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വൈറ്റ് ബ്ലഡ് സെൽസ് പോയിട്ട് കറക്റ്റായിട്ട് എന്താ പറയുക, പാത്തജൻസിനെ കയറി ഐഡൻറ്റിഫൈ ചെയ്യും. ഓക്കെ, ഇന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, ആ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് പാത്തജൻ എന്നൊക്കെ നമ്മൾ തീരുമാനിച്ചിട്ട് ദിസ് ഇസ് എ പാത്തജൻ എന്ന് പറഞ്ഞിട്ട് ഐഡൻറ്റിഫൈ ചെയ്യും. ദെൻ എന്നിട്ട് അതിനെ നമ്മൾ ഡിസ്ട്രോയ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ നമ്മൾ അറ്റാക്ക് ചെയ്യും, വൈറ്റ് ബ്ലഡ് സെൽസ്. സോ അതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ട്, ലിംഫോസൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. സോ ഈ ലിംഫോസൈറ്റ് വെച്ചിട്ടാണ് സ്പെസിഫിക് ഡിഫെൻസ് മെക്കാനിസം വർക്ക് ചെയ്യുന്നത്. അത് നമ്മൾ പിന്നീട് നോക്കും. സോ കമ്മിങ് ബാക്ക് ടു ദ നോൺ സ്പെസിഫിക് ഡിഫെൻസ് മെക്കാനിസം, ഇറ്റ് പ്രൊട്ടക്ട്സ് us ഫ്രം ഓൾ പാത്തജൻസ് ആൻഡ് their toxins without considering the characteristics നമ്മൾ പറഞ്ഞു. നമ്മളിനി നോൺ സ്പെസിഫിക് ഡിഫെൻസ് മെക്കാനിസം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാം. നോൺ സ്പെസിഫിക്കിൽ 2 ലെവൽസ് ഓഫ് പ്രൊട്ടക്ഷൻ ഉണ്ട്.
ഫസ്റ്റ് ലെവൽ ഡിഫെൻസും ഉണ്ട്, സെക്കൻഡ് ലെവൽ ഡിഫെൻസും ഉണ്ട്. ഫസ്റ്റ് ലെവൽ ഡിഫെൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് പ്രിവെൻറ്റ്സ് ജേംസ് ഫ്രം എൻറ്ററിങ്, ഉള്ളിലോട്ട് കയറ്റില്ല, ഒരു കോട്ട പോലെ അങ്ങോട്ട് കെട്ടിയിടുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ലെവൽ ഡിഫെൻസ് മെക്കാനിസം പ്രിവെൻറ്റ്സ് ദ ജേംസ് ഫ്രം എൻറ്ററിങ്. സെക്കൻഡ് ലെവൽ ഡിഫെൻസ് മെക്കാനിസം ഡിസ്ട്രോയ്സ് ദ ജേംസ് വിച്ച് ഹാസ് എൻറ്റേർഡ്. അപ്പോൾ ആദ്യത്തെ ലെവലിൽ കയറ്റില്ല, രണ്ടാമത്തെ ലെവലിൽ അഥവാ കയറി കഴിഞ്ഞാൽ അതിനെ നശിപ്പിക്കും. അങ്ങനെയാണ് രണ്ട് ലെവൽസ് വർക്ക് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ലെവലിൽ എന്താണ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ലെവലിൽ എവിടെയൊക്കെയാണ് ഫസ്റ്റ് ലെവൽ മെക്കാനിസം ഉള്ളതെന്ന് പറഞ്ഞിട്ട് അവർ ബ്രീഫ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് എന്താണ്, സ്കിന്നിൽ. രണ്ടാമത് എവിടെയാണ്, ട്രക്കിയ, അതായത് ലങ്സിലോട്ട് പോകുന്ന വഴികളിൽ മുഴുവനും ട്രക്കിയയിൽ എങ്ങനെയാണ് ഫസ്റ്റ് ലെവൽ ഡിഫെൻസ് മെക്കാനിസം ഉള്ളത്. അല്ല, റെസ്പിറേഷനിൽ എവിടേക്കാണ് ഫസ്റ്റ് ലെവൽ മെക്കാനിസം ഉള്ളതെന്ന് നമുക്ക് പറയാം. അടുത്തത് ചെവിയുടെ ഉള്ളിൽ, പിന്നെ കണ്ണിൻ്റെ ഉള്ളിൽ, ഇത്രയും ഭാഗത്ത് കണ്ണിൻ്റെ ഉള്ളിൽ വായുടെ ഉള്ളിലൊക്കെ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ലെവൽ മെക്കാനിസത്തിൽ സ്കിന്നിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സ്കിൻ എന്ന് പറയുന്നത് ഒരു തിക്കായിട്ടുള്ള ഒരു കോട്ട പോലെ, ഫോർട്ട് പോലെ കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സ്കിന്ന് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എ പ്രോട്ടീൻ. ആ പ്രോട്ടീൻ്റെ പേരാണ് കെരാറ്റിൻ. അപ്പോൾ കെരാറ്റിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ കൊണ്ട് ഉണ്ടാക്കുന്ന വളരെ തിക്കായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് സ്കിൻ. അപ്പോൾ ഈ സ്കിന്നിലാണ് ഈ പറയുന്നത് പോലെ എന്താ പറയുക, ഒരു ഫോർട്ട് പോലെ കെട്ടിയിട്ടിരിക്കുകയാണ്. സോ ഇറ്റ് പ്രിവെൻറ്റ്സ് ദ ജേംസ് ഫ്രം എൻട്രിങ് ഇൻ ബിക്കോസ് ഓഫ് ദിസ് തിക്ക് ഫോർട്ട് മെയ്ഡ് ബൈ കെരാറ്റിൻ. ഓക്കെ, ഇത് മാത്രമല്ല, ഈ സ്കിന്നിൽ മുഴുവനും സെബേഷ്യസ് ഗ്ലാൻസ് എന്ന് പറഞ്ഞിട്ട് കുട്ടി കുട്ടി സേബം എന്ന് പറഞ്ഞിട്ട് ഒരു പാർട്ടിക്കിള്, സേബം എന്ന് പറഞ്ഞിട്ട് ഒരു പാല് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, സെബേഷ്യസ് ഗ്ലാൻസ്. അതേപോലെ തന്നെ കുറച്ച് ആസിഡ്സും സ്കിന്ന് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ ആസിഡ്സും ഈ സേബം എന്ന് പറയുന്ന രണ്ട് സംഭവങ്ങളും ഡിസ്ഇൻഫെക്റ്റൻ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അതായത് ജേംസിനെ, സ്കിന്നിൽ തൊടുന്ന ജേംസിനെ എല്ലാത്തിനും ഇത് കയറി അങ്ങോട്ട് നശിപ്പിക്കും. അപ്പോൾ സ്കിന്നെന്ന് പറയുന്നത് തന്നെ കെരാറ്റിൻ പോലത്തെ ഭയങ്കര തിക്കായിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. രണ്ടാമത് സ്കിന്നിൽ സെബേഷ്യസ് ഗ്ലാൻസ് ഉണ്ട്, അതേപോലെ ആസിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സെബേഷ്യസ് ഗ്ലാൻഡ് സേബം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ സേബവും ആസിഡ്സും രണ്ടെണ്ണവും ഡിസ്ഇൻഫെക്റ്റൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ദസ് ഇറ്റ് പ്രിവെൻറ്റ്സ് ദ ജേംസ് ഫ്രം എൻട്രിങ് ത്രൂ ദ സ്കിൻ ഇൻ ടു ദ ബോഡി. ഇനി അടുത്തത് എന്താ പഠിക്കാനുള്ളത്? ഇനി റെസ്പിറേഷനിൽ എങ്ങനെയാണ് ഫസ്റ്റ് ലെവൽ ഡിഫെൻസ് എന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ റെസ്പിറേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ റെസ്പിറേഷൻ എങ്ങനെയാണ്, നോസ് വഴി പോകുന്നുണ്ട്. അപ്പോൾ നോസിൽ തന്നെ ഈ പറയുന്നത് പോലെ കുറേ ചെറിയ ചെറിയ സ്മോൾ ഹെയർസ് ഉണ്ട്, ഓൾസോ മ്യൂക്കസ് ഇസ് ദെയർ. ഇത് രണ്ടെണ്ണവും ഇറ്റ് പ്രിവെൻറ്റ്സ്, ട്രാപ്സ് ദ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഓർ ദ ജേംസ് വിച്ച് ആർ ട്രൈങ് ടു എൻറ്റർ ദ ലങ്സ്, അല്ലേ? അപ്പോൾ അവിടെ തന്നെ കുറേ ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ സ്റ്റോപ്പ് ചെയ്യും, ജേംസിനെ സ്റ്റോപ്പ് ചെയ്യും. ലങ്സ് ഇങ്ങനെ നോസ്ട്രിൽസ് കഴിഞ്ഞ് പിന്നീട് ട്രക്കിയ എന്ന് പറഞ്ഞ ഒരു കുഴലിൽ കൂടിയിട്ടാണ് ലങ്സിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. അപ്പോൾ ട്രക്കിയയിൽ മുഴുവനും ഈ പറയുന്നത് പോലെ മ്യൂക്കസ് ഉണ്ട്. അപ്പോൾ ഈ മ്യൂക്കസ് ഈ ജേംസിനെ മുഴുവനും ട്രാപ്പ് ചെയ്തിട്ട് വെക്കും. സോ ട്രക്കിയയിലുള്ള മ്യൂക്കസ് ഓൾസോ പ്രിവെൻറ്റ്സ് ദ എൻട്രി ഓഫ് ദ ജേംസ് ഇൻ ടു ദ ലങ്സ്. അതേപോലെ ട്രക്കിയ ഡിവൈഡ് ആയിട്ട് ബ്രോങ്കസ് എന്ന് പറയുന്ന രണ്ട് കഷ്ണങ്ങളായിട്ട്, രണ്ട് ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് രണ്ട് ലങ്സിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. ഈ ബ്രോങ്കസിൽ എന്തുണ്ട്? ബ്രോങ്കസിൽ മുഴുവനും സ്മോൾ ഹെയർസ് ഉണ്ട് വിച്ച് ആർ നോൺ ആസ് സീലിയ. സോ ഈ സീലിയ എന്ന് പറയുന്ന സ്മോൾ ഹെയർസ് എന്ത് ചെയ്യും? ഡസ്റ്റിനെ മുഴുവനും തൂത്തുവാരി കളയും. വൈപ്സ് ഔട്ട് ദ ഡസ്റ്റ് വിച്ച് ഇസ് ട്രൈങ് ടു എൻറ്റർ ദ ലങ്സ്. അപ്പോൾ അതേപോലെ തന്നെ വേറൊരു ഒരു സൂപ്പർ മെക്കാനിസം വിച്ച് ആർ റെസ്പിറേറ്ററി ട്രാക്സ് യൂസസ്, കഫിങ് ആൻഡ് സ്നീസിങ്. നമുക്ക് ചുമ വരുന്നതും എന്തെങ്കിലും ജേംസ് ഉണ്ടെങ്കിൽ അതിനെ പുറത്ത് കളയാനാണ്. അതേപോലെ തുമ്മുന്നതും ഈ പറയുന്നത് പോലെ ഫോറിൻ ബോഡീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പുറത്തേക്ക് കളയാനാണ്, റെസ്പിറേറ്ററി ട്രാക്റ്റിൽ നിന്നും പുറത്തേക്ക് കളയാനാണ് ഇങ്ങനത്തെ രണ്ട് സ്ട്രാറ്റജീസും യൂസ് ചെയ്യുന്നത്. അപ്പോൾ റെസ്പിറേഷനിൽ എങ്ങനെയൊക്കെയാണ് ഫസ്റ്റ് ലെവൽ ഡിഫെൻസ് മെക്കാനിസം ഉള്ളത്? ഈ പറയുന്ന പോലെ സ്മോൾ ഹെയർസ് ആർ പ്രസൻറ്റ് ഇൻ ആർ സ്മോൾ ഹെയർസ് ആസ് വെൽ ആസ് മ്യൂക്കസ് ഇസ് പ്രസൻറ്റ് ഇൻ ആർ നോസ്ട്രിൽസ്. അത് കഴിഞ്ഞിട്ട് മ്യൂക്കസ് ഇസ് പ്രസൻറ്റ് ഇൻ ട്രക്കിയ വിച്ച് ട്രാപ്സ് ദ ജേംസ്. ഇൻ ബ്രോങ്കസ് വാട്ട് ഹാപ്പൻസ്? ദർ ആർ ലോട്ട് ഓഫ് സീലിയ, സ്മോൾ ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് വിച്ച് വൈപ്പ് ഔട്ട് ദ ഡസ്റ്റ് മെറ്റീരിയൽസ്, the dust particles and the germs which is trying to enter the lungs. അത് മാത്രമല്ല കഫിങ് ആൻഡ് സ്നീസിങ് എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി കൂടി ലങ്സ്, റെസ്പിറേറ്ററി ട്രാക്ട് യൂസ് ചെയ്യും ഇൻ ഓർഡർ ടു പ്രിവെൻറ്റ് ദ ജേംസ് ഫ്രം എൻറ്ററിങ് ദ ലങ്സ്. ഇനി ഇയറിൽ എങ്ങനെയാണുള്ളത്? ഇയറിൽ മുഴുവനും വാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സബ്സ്റ്റൻസ് ഉണ്ട്. സോ ഈ വാക്സ് എന്ന് പറയുന്നത് പാത്തജൻസിനെ പ്രിവെൻറ്റ് ചെയ്യും. ഓക്കെ, ഇനി കണ്ണിൽ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. കണ്ണിൽ എന്താണ്? ടിയേഴ്സ് വരും. എന്ത് പൊടി പോയാലും എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നാലും നമുക്ക് ഏറ്റവും ഫസ്റ്റ് വരുന്നതാണ് കണ്ണീര്, ടിയേഴ്സ്. ആ ടിയേഴ്സിലാണെന്നുണ്ടെങ്കിൽ ലൈസോസൈം എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട്. ലൈസോസൈം എന്ന് പറയുന്ന എൻസൈം. സോ ദ ലൈസോസൈം in the tears helps
helps the eyes. It protects the eyes. അപ്പോൾ germs ഒക്കെ വന്നാൽ ഈ ലൈസോസൈൻ പോയിട്ട് ജേംസിനെ ഇല്ലാതാക്കും. അതേപോലെ ഈ സലൈവ, അപ്പോൾ ഇനി ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം ഈ പറയുന്ന പോലെ വായിൽ മുഴുവനും സലൈവ വരും അല്ലെ, തുപ്പൽ വരും. ആ സലൈവയിലും അതേപോലെ വയറിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഈ ആസിഡും സലൈവയും രണ്ടു പേരും ജേംസിനെതിരെ ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യും. സോ എന്തൊക്കെ ഡിഫൻസ് മെക്കാനിസം, ഫസ്റ്റ് ലെവൽ ഡിഫൻസ് മെക്കാനിസം ആണ് നമ്മൾ പഠിച്ചത്. ഫസ്റ്റ് ലെവൽ എന്തിൻ്റെ കീഴിലാണ് വരുന്നത്? നോൺ സ്പെസിഫിക് ഡിഫൻസ് മെക്കാനിസത്തിൻ്റെ കീഴിൽ. ഒന്നുകൂടി നോക്കാം. അതിന് മുമ്പ് എന്താണ് സ്ട്രാറ്റജി? ഡിഫൻസ് മെക്കാനിസം. സോ ഡിഫൻസ് മെക്കാനിസം രണ്ട് ടൈപ്പ് ഉണ്ട്: സ്പെസിഫിക് ഡിഫൻസ് മെക്കാനിസം, നോൺ സ്പെസിഫിക് ഡിഫൻസ് മെക്കാനിസം. നോൺ സ്പെസിഫിക് ഡിഫൻസ് മെക്കാനിസത്തിൽ ഫസ്റ്റ് ലെവൽ ഡിഫൻസ് മെക്കാനിസം ഉണ്ട്, സെക്കൻഡ് ലെവൽ ഡിഫൻസ് മെക്കാനിസം ഉണ്ട്. ഫസ്റ്റ് ലെവൽ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ഫ്രം എൻട്രി ചെയ്യാൻ വിടില്ല. ഫസ്റ്റ് ലെവലിൻ്റെ കീഴിൽ നമ്മൾ എന്തിൻ്റെയൊക്കെ പഠിച്ചു? സ്കിന്നിൻ്റെ കാര്യം പഠിച്ചു. ഈ പറയുന്ന പോലെ റെസ്പിറേറ്ററി ട്രാക്കിൽ എവിടേക്കാണ് ഫസ്റ്റ് ലെവൽ ഡിഫൻസ് മെക്കാനിസം എന്നുള്ളത് പഠിച്ചു. ഇയറിൻ്റെ കാര്യം പഠിച്ചു. കണ്ണിൽ ടിയേഴ്സിൻ്റെ കാര്യം പഠിച്ചു. അതേപോലെ കഴിക്കുമ്പോൾ ഉള്ള സലൈവയുടെ കാര്യം, സ്റ്റൊമക്കിലുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെയും കാര്യം പഠിച്ചു. ഇനി സെക്കൻഡ് ലെവൽ ഡിഫൻസ് മെക്കാനിസമാണ് അടുത്തതുള്ളത്. അപ്പോൾ സെക്കൻഡ് ലെവൽ ഡിഫൻസ് മെക്കാനിസത്തിൽ എന്താണ്? ബേസിക്കലി ഡിസ്ട്രക്ഷൻ ഓഫ് ജേംസ്. അപ്പം അഥവാ നമ്മുടെ പ്രൊട്ടക്ഷൻ സിസ്റ്റം ബ്രേക്ക് ചെയ്തിട്ട് ഉള്ളിലേക്ക് ആൾ കയറിയെന്ന് വിചാരിച്ചോളൂ, ജേം കയറിയെന്നുണ്ടെങ്കിൽ അവരെ ഡിസ്ട്രോയ് ചെയ്യുന്നതാണ് സെക്കൻഡ് ലെവൽ ഡിഫൻസ് മെക്കാനിസം. അപ്പോൾ ഇപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് നമുക്ക് സെക്കൻഡ് ലെവലിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ, ഇൻഫ്ലമേഷൻ്റെ കാര്യം, അതായത് വീർത്ത് വരിൽ നീർക്കെട്ട് പോലെ അല്ലെങ്കിൽ തടിച്ചു വരുന്നത് ഇൻഫ്ലമേഷൻ്റെ കാര്യം പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ ബ്ലഡ് ക്ലോട്ട് ആവുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ബ്ലഡ് എങ്ങനെയാണ് ഹീലാവുന്നത് എന്നുള്ളത് പഠിക്കാനുണ്ട്. വൂണ്ട് എങ്ങനെയാണ്, മുറിവുകൾ എങ്ങനെയാണ് ഹീലാവുന്നതെന്ന് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഫീവർ ആസ് എ ഡിഫൻസ് മെക്കാനിസം എന്താണെന്നുള്ളത് പഠിക്കാനുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ വൈറ്റ് ബ്ലഡ് സെൽസ് ആണ് ഏറ്റവും കൂടുതൽ ഡിഫൻസിന് ഹെൽപ്പ് ചെയ്യുന്നത്. സോ വൈറ്റ് ബ്ലഡ് സെൽസിൻ്റെ ടൈപ്സിനെ കുറിച്ചിട്ടും അത് അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതി, ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്ന ഒരു രീതിയെ കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ സെക്കൻഡ് ലെവൽ എന്തൊക്കെയാണ് ഉള്ളത്? ഇൻഫ്ലമേഷൻ്റെ കാര്യം പഠിക്കാനുണ്ട്, ബ്ലഡ് ക്ലോട്ടിങ്ങിൻ്റെ കാര്യം പഠിക്കാനുണ്ട്, അതേപോലെ തന്നെ വൂണ്ട് ഹീലിങ്ങിൻ്റെ കാര്യം പഠിക്കാനുണ്ട്. അത് മാത്രമല്ല ഫീവറിൻ്റെ കാര്യം പഠിക്കാനുണ്ട്. പിന്നെ വൈറ്റ് ബ്ലഡ് സെൽസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, വൈറ്റ് ബ്ലഡ് സെൽസിൻ്റെ ടൈപ്പ് എന്താണെന്നും, അത് മാത്രമല്ല ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്ന അവരുടെ പ്രവർത്തന രീതിയെ കുറിച്ചും. ഇത്രയും കാര്യങ്ങളാണ് സെക്കൻഡ് ലെവൽ ഡിഫൻസ് മെക്കാനിസത്തിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് കാര്യം നമുക്ക് നോക്കാം, ഇൻഫ്ലമേഷൻ എന്ന് പറയുന്ന കാര്യം. അപ്പോൾ നീർക്കെട്ട് വരുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ പറയുന്നത് ഒട്ടും നല്ലതല്ല എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നീർക്കെട്ട് എന്ന് പറയുന്നത് നമ്മുടെ നീര് വരിക അല്ലെങ്കിൽ തടിച്ചു വരിക, എവിടെയെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ തടിച്ചു വരിക എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഡിഫൻസ് മെക്കാനിസമാണ്. ഇപ്പോൾ അഥവാ ഒരു മുറിവുണ്ടായിരുന്നു എന്ന് വിചാരിച്ചോളൂ. സോ കൺസിഡർ ദർ ഇസ് എ വൂണ്ട്. സോ ദ ജേംസ് എൻറ്റർ ത്രൂ ദ വൂണ്ട്സ്. അപ്പോൾ ഈ ജേംസിനെ അടിച്ചോടിക്കാനായിട്ട് എന്ത് സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്പെഷ്യൽ ടൈപ്പ് ഇങ്ങനെ മുറിവുണ്ടാകുമ്പോഴത്തേക്കും നമ്മുടെ ചില എന്താ പറയുക, ചില ടിഷ്യൂസ് അല്ല ചില സെൽസ്, ഡാമേജ് ആയിരിക്കുന്ന സെൽസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഡാമേജ് ആയിരിക്കുന്ന സെൽസ് ഒരു കെമിക്കൽ സബ്സ്റ്റൻസിനെ ഉണ്ടാക്കും. ഈ കെമിക്കൽ സബ്സ്റ്റൻസ്, ഡാമേജ് പറ്റിയിരിക്കുന്ന സെൽസാണ് ഈ കെമിക്കൽ സബ്സ്റ്റൻസ് ഉണ്ടാക്കുന്നത്. ഈ കെമിക്കൽ സബ്സ്റ്റൻസ് എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് വെസൽസിനെ അങ്ങോട്ട് വികസിപ്പിക്കും. സോ ബ്ലഡ് വെസൽസിനെ ഡയലേറ്റ് ചെയ്യിപ്പിക്കും. ഡയലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വികസിക്കുക. അപ്പോൾ വികസിക്കുമ്പോഴത്തേക്കും ബ്ലഡ് ഫ്ലോ ഭയങ്കരമായിട്ട് കൂടും. ബ്ലഡ് ഫ്ലോ കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ, ബ്ലഡിൻ്റെ ഉള്ളിലുള്ള പ്ലാസ്മയും അതേപോലെ ബ്ലഡിൻ്റെ ഉള്ളിലുള്ള വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്ന സംഭവം രണ്ടെണ്ണവും വൂണ്ട് പറ്റിയിരിക്കുന്ന, മുറിവ് പറ്റിയിരിക്കുന്ന സൈറ്റിലേക്ക് ഭയങ്കര കൂടുതലായിട്ട് വരും. സോ അതുകൊണ്ടാണ് അപ്പോൾ ബ്ലഡ് ഫ്ലോ കൂടി ബ്ലഡ് പ്ലാസ്മയും അതേപോലെ വൈറ്റ് ബ്ലഡ് സെൽസും ഈ വൂണ്ടിൻ്റെ സൈറ്റിൽ ഇങ്ങനെ കയറി വരിക. സോ നാച്ചുറലി ആ ഭാഗം ഇങ്ങനെ തടിച്ച് വരും. സോ ഇതാണ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എന്ന് പറയുന്ന സംഭവം. ഈ ഒരു ഡിഫൻസ് മെക്കാനിസത്തിനെയാണ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഒന്നുകൂടി നോക്കാം, വാട്ട് ഈസ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്. സോ ഇഫ് ദർ ഇസ് എ കട്ട് ഇൻ അവർ ബോഡി, ഇഫ് ദർ ഇസ് എ wound, then the germs try to enter through the wound. So what happens? The cells which are wounded produces a chemical message. As a result of this chemical message, what happens? The blood vessels dilate. Once the blood vessels dilate, lot of blood flows through that particular portion of the blood vessel. കുറേ ബ്ലഡ് പാസ് ചെയ്യും ആ ഒരു പോർഷനിൽ കൂടി. ബ്ലഡ് പ്ലാസ്മ ആസ് വെൽ ആസ് വൈറ്റ് ബ്ലഡ് സെൽസ് രണ്ടെണ്ണം വൂണ്ട് ഉള്ള സൈറ്റിലേക്ക് അങ്ങോട്ട് എരച്ച് കയറാൻ തുടങ്ങും. സോ ദ വൈറ്റ് ബ്ലഡ് സെൽസ് ആൻഡ് the blood plasma reaches the wound site.
and thus an inflammation is created. So what happens? The white blood cells destroys the germs which are present in the wound site. അതാണ് inflammatory response എന്ന് പറയുന്ന സംഭവം. സോ ഇതിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്ന സംഭവം വന്നു അല്ലേ. അപ്പോൾ സോ ഇൻഫ്ലമേറ്ററി ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. അപ്പോൾ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് നല്ലതാണോ ചീത്തയാണോ? ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ഇസ് ആക്ച്വലി ഗുഡ് ഫോർ അവർ ബോഡി ബിക്കോസ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ഇസ് ക്രിയേറ്റഡ് ബിക്കോസ് ഓഫ് എന്താ പറയുക വൈറ്റ് ബ്ലഡ് സെൽസ് ആസ് വെൽ ആസ് എ ബ്ലഡ് പ്ലാസ്മ വിച്ച് ഇസ് ട്രൈയിങ് ടു പ്രൊട്ടക്ട് അസ് ഫ്രം ദ ജേർമ്സ് കമ്മിങ് ത്രൂ ദ വൂണ്ട്. അതാണ് സംഭവിക്കുന്നത്. ഇനി ഇതിൽ നമ്മൾ എന്താ കണ്ടത്? വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്ന സംഭവം കണ്ടു. അപ്പോൾ വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്നല്ലോ. ഈ വൈറ്റ് ബ്ലഡ് സെൽസ് ആരാണ്? വൈറ്റ് ബ്ലഡ് സെൽസ് ആണ് നമ്മുടെ ബോഡീനെ ഡിഫെൻഡ് ചെയ്യാനുള്ള സോൾജേഴ്സ് എന്ന് പറയുന്നത്. സോ വൈറ്റ് ബ്ലഡ് സെൽസ് ആർ സോൾജേഴ്സ് ഹു ഡിഫെൻഡ് അവർ ബോഡി. 5 ടൈപ്പ് ഓഫ് വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ട്. 5 ടൈപ്പ് എന്ന് പറയുന്നതിൽ 4 ടൈപ്പും നോൺ സ്പെസിഫിക് ഡിഫെൻസിന് വേണ്ടി ആക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം 4 ഏതൊക്കെയാണെന്ന് ഇപ്പോൾ പഠിക്കാം. അപ്പോൾ 5 ടൈപ്പാണ് മൊത്തത്തിൽ വൈറ്റ് ബ്ലഡ് സെൽസിൽ. അതിൽ 4 പേര് നോൺ സ്പെസിഫിക് ഡിഫെൻസിന് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ 4 പേരുടെ പേരുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ന്യൂട്രോഫിൽ, ബേസോഫിൽ, ഈസിനോഫിൽ ആൻഡ് മോണോസൈറ്റ്. ഒന്നുകൂടി പറയാം, ന്യൂട്രോഫിൽ, ഈസിനോഫിൽ ആൻഡ് മോണോസൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള 4 പേരാണ് നോൺ സ്പെസിഫിക് ഡിഫെൻസിന് വർക്ക് ചെയ്യുന്നത്. ഈ 4 പേരും 4 സ്ട്രാറ്റജി വെച്ചിട്ടാണ് ഡിഫറെൻറ്റ് വേസിലാണ് അവർ റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ന്യൂട്രോഫിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സോ ന്യൂട്രോഫിൽ എന്ന് പറയുന്നത് ആരാണ്? വൈറ്റ് ബ്ലഡ് സെല്ലാണ്. ന്യൂട്രോഫിൽ എങ്ങനെ ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബാക്ടീരിയ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് എൻഗൾഫ്സ്, അതിനെ പിടിച്ചിട്ട് മിഴുങ്ങും. ബാക്ടീരിയനെ പിടിച്ചിട്ട് മിഴുങ്ങി ഡിസ്ട്രോയ് ചെയ്യും. ആൻഡ് ഓൾസോ ന്യൂട്രോഫിൽ വേറൊരു പണിയും കൂടി ചെയ്യും. ഇറ്റ് പ്രൊഡ്യൂസസ് കെമിക്കൽസ് ദാറ്റ് ക്യാൻ ഡിസ്ട്രോയ് ദ ബാക്ടീരിയ. അത് വിഴുങ്ങിയും ഡിസ്ട്രോയ് ചെയ്യും. മാത്രമല്ല ഇറ്റ് പ്രൊഡ്യൂസസ് കെമിക്കൽസ് വിച്ച് ക്യാൻ ഡിസ്ട്രോയ് ദ ബാക്ടീരിയ. അപ്പോൾ ന്യൂട്രോഫിൽ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? ഇറ്റ് എൻഗൾഫ്സ് ആൻഡ് ഡിസ്ട്രോയ്സ് ദ ബാക്ടീരിയ, ഓൾസോ പ്രൊഡ്യൂസസ് കെമിക്കൽസ് വിച്ച് ക്യാൻ ഡിസ്ട്രോയ് ദ ബാക്ടീരിയ. ഇനി അടുത്തത് ബേസോഫിൽ. ബേസോഫിൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡയറക്റ്റായിട്ട് പോയി ആക്ട് ചെയ്യില്ല. ഇത് പോയിട്ട് ഇറ്റ് സ്റ്റിമുലേറ്റ്സ് അതർ വൈറ്റ് ബ്ലഡ്സ്. ബാക്കിയുള്ളവർ തോണ്ടി വിടും. ഓക്കെ, സോ ബേസോഫിൽ വാട്ട് ഡസ് ഇറ്റ് ഡു? ഇറ്റ് സ്റ്റിമുലേറ്റ്സ് അതർ വൈറ്റ് ബ്ലഡ് സെൽസ് ആൻഡ് ഓൾസോ ഇറ്റ് ഡയലേറ്റ്സ് ദ ബ്ലഡ് വെസൽസ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ബ്ലഡ് വെസൽസ് വികസിക്കുമെന്ന്. അപ്പോൾ ഈ വികസിപ്പിക്കുന്നത് ആരാ? ബേസോഫിൽ. സോ ബേസോഫിൽ ട്രിഗേഴ്സ് ഓർ സ്റ്റിമുലേറ്റ്സ് അതർ വൈറ്റ് ബ്ലഡ് സെൽസ്, ഓൾസോ ഇറ്റ് ഡയലേറ്റ്സ് ദ ബ്ലഡ് വെസൽസ്. ഇത് രണ്ടെണ്ണമാണ് ഇത് ബേസോഫിൽ ചെയ്യുന്നത്. ന്യൂട്രോഫിൽ എന്തായിരുന്നു ചെയ്തത്? ഇറ്റ് engulfs and destroys the bacteria and also produces chemicals to destroy the bacteria. Basophil എന്താണ് ചെയ്യുന്നത്? Basophil stimulates other white blood cells and also it dilates the ബ്ലഡ് സെൽസിനെ വികസിപ്പിക്കുകയും ചെയ്യും. ഈസിനോഫിൽ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസിനോഫിൽ കെമിക്കൽ സബ്സ്റ്റൻസ് ഉണ്ടാക്കും. ഫോറിൻ ബോഡീസിനെ ഡിസ്ട്രോയ് ചെയ്യാനുള്ള കെമിക്കൽ സബ്സ്റ്റൻസ് ഉണ്ടാക്കും. ഓൾസോ ഇറ്റ് പ്രൊഡ്യൂസസ് കെമിക്കൽ സബ്സ്റ്റൻസസ് നീഡഡ് ഫോർ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻഫ്ലമേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കെമിക്കൽ റെസ്പോൺസ് വേണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഈ കെമിക്കൽ റെസ്പോൺസ് ആരാണ് ഉണ്ടാക്കുന്നത്? ഈ സെൽസ് ഡാമേജ് ആകുമ്പോഴത്തേക്കും അവിടെ ഇൻഫ്ലമേഷൻ വരണം എന്നുള്ളൊരു കെമിക്കൽ സബ്സ്റ്റൻസ്. ആ കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് ഈസിനോഫിൽ. ഇൻഫ്ലമേഷന് വേണ്ട കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് ഈസിനോഫിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈസിനോഫിൽ ബേസിക്കലി കെമിക്കൽ സബ്സ്റ്റൻസ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. കെമിക്കൽ സബ്സ്റ്റൻസ് എന്തിനൊക്കെ വേണ്ടിയിട്ടുണ്ടാക്കും? 1 ഫോറിൻ ബോഡീസിനെ ഡിസ്ട്രോയ് ചെയ്യാനും, 2 ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യാനും. അപ്പോൾ ഒന്നുകൂടി നമുക്ക് നോക്കാം. ന്യൂട്രോഫിൽ എന്താണ് ചെയ്യുന്നത്? ബാക്ടീരിയനെ എൻഗൾഫ് ചെയ്ത് ഡിസ്ട്രോയ് ചെയ്യും. മാത്രമല്ല കെമിക്കൽ സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഡിസ്ട്രോയ് ചെയ്യും. ബേസോഫിൽ എന്താണ് ചെയ്യുന്നത്? സ്റ്റിമുലേറ്റ്സ് അതർ വൈറ്റ് ബ്ലഡ് സെൽസ്, ഓൾസോ ഹെൽപ്സ് ഇൻ ഡയലേറ്റിംഗ് ദ ബ്ലഡ് വെസൽസ്. അടുത്ത ആളാരാണ്? ഈസിനോഫിൽ കെമിക്കൽ സബ്സ്റ്റൻസ് ഉണ്ടാക്കും. 2 കാര്യത്തിനാണ് കെമിക്കൽ സബ്സ്റ്റൻസ് ഉണ്ടാക്കുന്നത്. 1 ഫോറിൻ ബോഡീനെ നശിപ്പിക്കാനും, 2 ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യാനും. ഇനി ലാസ്റ്റ് ആളാണ് മോണോസൈറ്റ് സിമ്പിളായിട്ട് ജേംസിനെ എൻഗൾഫ് ചെയ്ത് ഡിസ്ട്രോയ് ചെയ്യും. അത് നമ്മുടെ ആദ്യത്തെ ന്യൂട്രോഫില് പറഞ്ഞ പോലെയാണ്. അപ്പോൾ ന്യൂട്രോഫിലും മോണോസൈറ്റും 2 പേരും എന്തെങ്കിലും ജേംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ എൻഗൾഫ് ചെയ്ത് ഡിസ്ട്രോയ് ചെയ്യും. ന്യൂട്രോഫില് കെമിക്കൽ സബ്സ്റ്റൻസ് കൂടി പ്രൊഡ്യൂസ് ചെയ്യും. മോണോസൈറ്റ് കെമിക്കൽ സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യില്ല. ബേസോഫിൽ ഈ പറയുന്നത് പോലെ വൈറ്റ് ബ്ലഡ് സെൽസിനെ അതർ ബ്ലഡ് സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും അതേപോലെ ബ്ലഡ് വെസൽസിനെ ഡയലേറ്റ് ചെയ്യുകയും ചെയ്യും. ഈസിനോഫിൽ എന്ത് ചെയ്യും? കെമിക്കൽ സബ്സ്റ്റൻസ് ഉണ്ടാക്കും. 2 കാര്യങ്ങൾക്ക് വേണ്ടി, ഫോറിൻ ബോഡീനെ ഡിസ്ട്രോയ് ചെയ്യാനും, രണ്ടാമത് ഇൻഫ്ലമേറ്ററി റെസ്പോൺസിന് വേണ്ടിയിട്ടും. ഇതിൽ തന്നെ നമ്മൾ പറഞ്ഞു അല്ലേ, ന്യൂട്രോഫിലും മോണോസൈറ്റ് 2 പേരും എൻഗൾഫ് ചെയ്യും, വിഴുങ്ങി അതിനെ ഡിസ്ട്രോയ് ചെയ്യും എന്ന് പറഞ്ഞു.
ഈ എൻഗൾഫിങ് ആൻഡ് ഡിസ്ട്രോയിങ് ജേംസ് എന്ന് പറയുന്നതിനൊരു പേരുണ്ട്. അതിനെയാണ് ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. സോ ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത് എന്താണെന്നാണ് നമുക്കിനി അടുത്തത് നോക്കാം. അപ്പോൾ ഇപ്പം തന്നെ നമ്മൾ പഠിച്ചു മോണോസൈറ്റും ന്യൂട്രോഫിൽസ് രണ്ട് പേരും എൻഗൾഫ് ചെയ്തിട്ടാണ് ഡിസ്ട്രോയ് ചെയ്യുന്നത്. സോ നാച്ചുറലി മോണോസൈറ്റ്സ് ആൻഡ് ന്യൂട്രോഫിൽസ് രണ്ട് പേരും ഫാഗോസൈറ്റ്സ് ആണ്. സോ വാട്ട് ഈസ് ഫാഗോസൈറ്റോസിസ്? ഫാഗോസൈറ്റോസിസ് ഇസ് ദ പ്രോസസ് ഓഫ് എൻഗൾഫിങ് ആൻഡ് ഡിസ്ട്രോയിങ് ദ ജേംസ്. ഫാഗോസൈറ്റ്സിൻ്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ്? മോണോസൈറ്റ്സും ന്യൂട്രോഫിൽസും. അപ്പോൾ ഈ ഫാഗോസൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? സെൽസ് വിച്ച് ഡു ഫാഗോസൈറ്റോസിസ്. ഏത് സെല്ലാണോ ഫാഗോസൈറ്റോസിസ് വെച്ചിട്ട് ജേംസിനെ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, ബേസിക്കലി എൻഗൾഫ് ചെയ്യുന്നത് ആരാണ്, ഏത് സെല്ലാണ്, അങ്ങനത്തെ സെല്ലുകളെയാണ് നമ്മൾ ഫാഗോസൈറ്റ്സ് എന്ന് പറയുന്നത്. സോ സെൽസ് എൻഗേജ്ഡ് ഇൻ ഫാഗോസൈറ്റോസിസ് ആർ നോൺ ആസ് ഫാഗോസൈറ്റ്സ്. സോ എങ്ങനെയാണ് ഇനി ഫാഗോസൈറ്റോസിസ് നടക്കുന്നത് എന്നുള്ളതാണ് അടുത്തത് പഠിക്കാനുള്ളത്. അപ്പോൾ ഒരു പാത്തജൻ വന്നു. സോ പേജ് നമ്പർ 75 ഇഫ് യു സീ ദർ ഇസ് എ ഫിഗർ, വെരി ബ്യൂട്ടിഫുൾ ഫിഗർ ഇസ് ഗിവൺ. അപ്പോൾ ഒരു പാത്തജൻ വന്നു. അപ്പോൾ പാത്തജൻ വരുമ്പോഴത്തേക്കും സെല്ലിൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്കും സെല്ലിൽ ചെറുതായിട്ടൊരു എന്താ പറയുക, ഒരു മെംബ്രെയിൻ സാക്ക് പോലെ സെല്ലിൽ ഒരു കുഴി വരും. ആ കുഴിയുടെ ഉള്ളിലേക്ക് നമ്മുടെ പാത്തജൻ കയറും. ആൻഡ് ചെറിയൊരു സാക്ക് പോലെ ആ പാത്തജന് ചുറ്റും ക്രിയേറ്റഡ് ആവും. സെല്ലിൻ്റെ ഉള്ളിൽ തന്നെ ഒരു സാക്ക് പോലെ അതിൻ്റെ ഉള്ളിലായിരിക്കും നമ്മുടെ പാത്തജൻ ഉള്ളത്. അപ്പോൾ സെല്ലിൻ്റെ ഉള്ളിൽ കൂടി പോകുമ്പോൾ സെല്ലിൻ്റെ ഉള്ളിൽ വേറൊരാളുണ്ട്. ദാറ്റ് ഇസ് നോൺ ആസ് ലൈസോസോം. ലൈസോസോം എന്ന് പറയുന്നതാണ് സൂയിസൈഡൽ ബോംബേഴ്സ് ആണ്. അത് അവരുടെ കയ്യിൽ ഇങ്ങനെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള കെമിക്കൽസ് ഉണ്ട് വിച്ച് ഇസ് കേപ്പബിൾ ഓഫ് ഡിസ്ട്രോയിങ് ദ പാത്തജൻസ്. ഈ ലൈസോസോം ഈ പാത്തജൻ്റെ സെല്ലിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പതുക്കെ ഒരു സാക്കിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒഴുകി പോകുന്ന നമ്മുടെ പാത്തജൻ്റെ ഉള്ളിലേക്ക് വരും, അടുത്തേക്ക് വരും. സോ ലൈസോസോംസ് കം നിയർ ദ pathogen. Then what happened? The membrane sac in which pathogen is present. അതൊരു സാക്കിൻ്റെ ഉള്ളിലാണല്ലോ പാത്തജൻ. ആ മെംബ്രെയിൻ സാക്കും ലൈസോസോമും കൂടി അങ്ങോട്ട് കമ്പൈൻ ചെയ്യും. സോ ദ മെംബ്രെയിൻ സാക്ക് കമ്പൈൻ വിത്ത് ദ ലൈസോസോം. ദെൻ വാട്ട് ഹാപ്പൻ? ലൈസോസോം കയറിയിട്ട് മെംബ്രെയിൻ സാക്കിൻ്റെ ഉള്ളിലേക്ക് ഒഴുകി പാത്തജനെ അങ്ങോട്ട് ഡിസ്ട്രോയ് ചെയ്യും. സോ ദ എൻസൈംസ് പ്രസൻറ്റ് ഇൻ ദ ലൈസോസോം ഡിസ്ട്രോയ്സ് ദ പാത്തജൻ. ദെൻ വാട്ട് ഹാപ്പൻ? ഈ ബാക്കിയുള്ള അപ്പോൾ പാത്തജൻ ഫുള്ളി ഡിസ്ട്രോയ് ആയി. ആൻഡ് ദർ ഇസ് എ ലോട്ട് ഓഫ് എന്താ പറയുക റെമനൻസ് ഉണ്ട്, ലോട്ട് ഓഫ് വേസ്റ്റ് മെറ്റീരിയൽസ്. അതെ, പാത്തജൻ്റെ തന്നെ വേസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ട്. അതങ്ങനെ സെല്ലിൻ്റെ പുറത്തേക്ക് എക്സ്പെൽ ചെയ്ത് കളയും. സോ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഫാഗോസൈറ്റോസിസ്? ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത് പാത്തജൻ ഫാഗോസൈറ്റ്സ് they reach near the pathogens. ഫാഗോസൈറ്റ്സ് എന്ന് പറയുന്നതാണ് വൈറ്റ് ബ്ലഡ് സെൽ. ഈ ഫാഗോസൈറ്റിക് സെല്ല് പാത്തജൻ്റെ അടുത്തേക്ക് എത്തും. എന്നിട്ട് പാത്തജനെ കയറി എൻഗൾഫ് ചെയ്യും. എന്നിട്ട് പാത്തജൻ്റെ ആ ഫാഗോസൈറ്റ്സിൻ്റെ ഉള്ളിലുള്ള ലൈസോസോംസ് ദേ കമ്പൈൻ വിത്ത് ദ പാത്തജൻ ആൻഡ് ദേ ഡിസ്ട്രോയ് ദ പാത്തജൻ. ദെൻ വാട്ട് ഹാപ്പൻ? ഈ the remnants of the pathogen as well as whatever waste materials are present are totally expelled ചെയ്ത് കളയും. This is the stage of, these are the different stages of ഫാഗോസൈറ്റോസിസ് എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇതുവരെ നോക്കിയത്? സെക്കൻഡ് ലെവൽ ഡിഫൻസ് മെക്കാനിസത്തിൽ തന്നെ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കി. വൈറ്റ് ബ്ലഡ് സെൽസ് നോക്കി, എന്തൊക്കെ ടൈപ്പ് ഓഫ് വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ടെന്ന് നോക്കി. അതിൽ തന്നെ 2 എൻഗൾഫ് ചെയ്ത് ഡിസ്ട്രോയ് ചെയ്യുന്നു പറഞ്ഞു. ആ ഒരു പ്രോസസ്സിനാണ് ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. സോ വാട്ട് ഇസ് ഫാഗോസൈറ്റോസിസ് ആൻഡ് വാട്ട് ഇസ് ഫാഗോസൈറ്റ്? ഫാഗോസൈറ്റ് എന്ന് പറയുന്നത് ആ സെല്ലുകളാണ്, നശിപ്പിക്കുന്ന സെല്ലുകളെയാണ് ഫാഗോസൈറ്റ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു. അതിൻ്റെ എക്സാമ്പിൾസ് മോണോസൈറ്റ്സ് ആൻഡ് ന്യൂട്രോഫിൽസ് ആണെന്ന് പറഞ്ഞു. മാത്രമല്ല ഫാഗോസൈറ്റോസിസിൻ്റെ മെക്കാനിസം, എങ്ങനെയാണ് ഒരു ഫാഗോസൈറ്റ് എന്ന് പറയുന്ന സെല്ല് പോയി പാത്തജനെ ഡിസ്ട്രോയ് ചെയ്യുന്നത് എന്നുള്ള ഒരു പ്രോസസ്സ് നമ്മൾ പഠിച്ചു. അപ്പോൾ ഫാഗോസൈറ്റിൽ സെല്ലിൻ്റെ ഉള്ളിലെ എന്താണ് ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്? സെല്ലിൻ്റെ ഉള്ളിലുള്ള ലൈസോസോമാണ് നമ്മുടെ പാത്തജനെ ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചു. സോ ആ ഒരു ഡയഗ്രാം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ദ പ്രോസസ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ബ്ലഡ് ക്ലോട്ടിംഗ് ആണ്. ബ്ലഡ് ക്ലോട്ടിംഗ് ആണ്. സോ ബ്ലഡ് ക്ലോട്ടിംഗ് എന്ന് പറയുന്നത് എന്താണ്? എന്തെങ്കിലും ഒരു വൂണ്ട് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ലോസ് ഓഫ് ബ്ലഡ് അവോയ്ഡ് ചെയ്യാനുള്ള ഡിഫൻസ് മെക്കാനിസമാണ് ബ്ലഡ് ക്ലോട്ടിംഗ് എന്ന് പറയുന്നത്. സോ ബ്ലഡ് ക്ലോട്ടിംഗ് ഈസ് എ ഡിഫൻസ് മെക്കാനിസം ടു പ്രിവെൻറ്റ് ദ ലോസ് ഓഫ് ബ്ലഡ് ത്രൂ ദ വൂണ്ട്സ്. അപ്പോൾ ഇതിൽ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ബ്ലഡിലുള്ള കുറേ കാര്യങ്ങൾ ഇൻവോൾവ് ആണ്. കുറേ സെൽസ്, കുറേ എന്താ പറയുക എൻസൈംസ് ഒക്കെ കുറേ പേര് ഇൻവോൾവ് ആണ്. അപ്പോൾ എങ്ങനെയാണ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വൂണ്ട്സ് എന്ന് പറയുന്നത് തന്നെ നമ്മൾക്ക് കുറേ ബ്ലഡ് ലോസ് ഉണ്ടാക്കും. അപ്പോൾ ഈ ടിഷ്യൂ
ടിഷ്യൂ അവിടെ ഇങ്ങനെ വൂണ്ട് പറ്റിയിരിക്കുന്ന ടിഷ്യൂസ് എല്ലാം കൂടി ഡീജനറേറ്റ് ആവും. ഫസ്റ്റ് ഡീജനറേറ്റ് ആവും, അതിങ്ങനെ നശിക്കും. ആ നശിക്കുമ്പോൾ എന്ത് സംഭവിക്കും, ഡീജനറേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ അതൊരു എൻസൈം ക്രിയേറ്റ് ചെയ്യും. എന്ത് എൻസൈമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് പറയുന്ന എൻസൈമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ വെൻ എ വൂണ്ട് ഇസ് ക്രിയേറ്റഡ് ദ ടിഷ്യൂസ് ഡീജനറേറ്റ് ടു ഫോം എൻ എൻസൈം നോൺ ആസ് ത്രോംബോപ്ലാസ്റ്റിൻ. ത്രോംബോപ്ലാസ്റ്റിൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്മയിലുള്ള ബ്ലഡ് പ്ലാസ്മയിൽ പ്രോത്രോംബിൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ഈ പ്രോത്രോംബിനെ കയറിയിട്ട് ത്രോംബിനാക്കും. അപ്പോൾ ടിഷ്യൂസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഡീജനറേറ്റ് ചെയ്യും. ഡീജനറേറ്റ് ചെയ്തിട്ട് ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് പറയുന്ന എൻസൈം ഉണ്ടാക്കും. ത്രോംബോപ്ലാസ്റ്റിൻ എന്ത് ചെയ്യും? പ്രോത്രോംബിൻ എന്ന് പറയുന്ന ബ്ലഡ് പ്ലാസ്മയിലുള്ള ഒരു സംഭവത്തിനെ പിടിച്ചിട്ട് ത്രോംബിൻ എന്ന് പറയുന്ന സംഭവമാക്കിയിട്ട് മാറ്റും. പ്രോത്രോംബിനെ ത്രോംബിനായിട്ട് കൺവേർട്ട് ചെയ്യും. സോ ത്രോംബിൻ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ത്രോംബിൻ പോയിട്ട് പ്ലാസ്മയിൽ തന്നെ ഫൈബ്രിനോജൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു സംഭവമുണ്ട്. ഫിബ്രിനോജനെ പിടിച്ചിട്ട് ഫിബ്രിൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം, ഫൈബ്രിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാക്കിയിട്ട് മാറ്റും. ഈ ഫൈബ്രിൻ എന്ന് പറയുന്ന സംഭവമാണ് ഇങ്ങനെ ഒരു വലിയൊരു നെറ്റ്വർക്ക് പോലെ ക്രിയേറ്റ് ചെയ്ത് ഇടും. അപ്പോൾ ഒരു വല പോലെ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഫൈബ്രിൻ എന്ന് പറയുന്ന സംഭവമാണ് ഇങ്ങനെ ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ നെറ്റ്വർക്കിലാണ് അവസാനം ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യുന്നത്. സോ ബ്ലഡ് ക്ലോട്ട് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഈ വലയിൽ പ്ലേറ്റ്ലെറ്റ്സും റെഡ് ബ്ലഡ് സെൽസും എല്ലാം അവസാനം ഇങ്ങനെ കുരുങ്ങി കിടക്കും. അപ്പോൾ അങ്ങനെയാണ് ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യുന്നത്. സോ ബ്ലഡ് ക്ലോട്ട് ഇസ് ഫോംഡ് ബൈ എൻറ്റാംഗ്ലിംഗ് ഓഫ് ദ പ്ലേറ്റ്ലെറ്റ്സ് ആൻഡ് റെഡ് ബ്ലഡ് സെൽസ് ഇൻ ദ ഫൈബ്രിൻ നെറ്റ്വർക്ക്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഒന്ന് വൂണ്ട് സംഭവിക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് ടിഷ്യൂസ് ഡീജനറേറ്റ് ചെയ്യും. ടിഷ്യൂസ് ഡീജനറേറ്റ് ചെയ്തിട്ട് ത്രോംബോപ്ലാസ്റ്റിൻ ഉണ്ടാക്കും. ത്രോംബോപ്ലാസ്റ്റിൻ ബ്ലഡിലുള്ള പ്രോത്രോംബിൻ എന്ന് പറയുന്ന സംഭവത്തിനെ ത്രോംബിനാക്കി മാറ്റും. ത്രോംബിൻ എന്ത് ചെയ്യും? ബ്ലഡിൽ തന്നെയുള്ള ഫൈബ്രിനോജൻ എന്ന് പറയുന്ന സംഭവത്തിനെ ഫൈബ്രിൻ ആക്കിയിട്ട് മാറ്റും. ഈ ഫൈബ്രിനാണ് അവസാനം വല നെറ്റ്വർക്ക് പോലെ ഒരു ക്രിയേറ്റ് ചെയ്ത് ഇട്ടേക്കുന്നത്. ഈ നെറ്റ്വർക്ക് ഫൈബ്രിൻ നെറ്റ്വർക്കിൽ റെഡ് ബ്ലഡ് സെൽസും പ്ലേറ്റ്ലെറ്റ്സും എല്ലാം കൂടി ട്രാപ്പായിട്ടാണ് അവസാനം ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യുന്നത്. അങ്ങനെ ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യുമ്പോഴാണ് ഈ ബ്ലീഡിങ് അവസാനം നിൽക്കുന്നത്. സോ ഇങ്ങനെയാണ് അവസാനം ഈ ഒരു ഡിഫൻസ് മെക്കാനിസംസ് വർക്ക് ചെയ്യുന്നത്. മറ്റേ ഇൻഫ്ലമേഷൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇൻഫ്ലമേഷൻ ക്രിയേറ്റ് ചെയ്തപ്പോൾ സെൽസ് കെമിക്കൽ സബ്സ്റ്റൻസ് ഫോം ചെയ്തു. കെമിക്കൽ സബ്സ്റ്റൻസ് ഫോം ചെയ്തപ്പോൾ ബ്ലഡ് വെസൽ ഡയലേറ്റ് ആയിട്ട് കൂടുതൽ ബ്ലഡ് ഫ്ലോ വന്നു. ആ ബ്ലഡിൽ നിന്നും വൈറ്റ് ബ്ലഡ് സെൽസും കുറേ ബ്ലഡ് പ്ലാസ്മയും വൂണ്ടുള്ള സ്ഥലത്തേക്ക് വന്നു. അങ്ങനെയാണ് ഇൻഫ്ലമേഷൻ ക്രിയേറ്റ് ചെയ്തത്. ഇവിടെ എന്താ സംഭവിച്ചത്? ടിഷ്യൂസ് ഡീജനറേറ്റ് ചെയ്തു. ടിഷ്യൂ ഡീജനറേറ്റ് ചെയ്തിട്ട് അവർ ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് പറയുന്ന സംഭവം ഉണ്ടാക്കി. അവിടെ നിന്നാണ് നമ്മൾ ബാക്കിയുള്ളത് സ്റ്റാർട്ട് ചെയ്തത്. അവസാനം ഫിബ്രിനിൽ വന്നിട്ട് എത്തി. സോ രണ്ടെണ്ണവും തമ്മിൽ കൺഫ്യൂഷൻ ആവാൻ പാടില്ല. ഇനി അടുത്തത് എന്താണ്? ബ്ലീഡിങ് എല്ലാം നടന്നു. ബ്ലീഡിങ് കഴിഞ്ഞിട്ട് ഇനി അത് ക്ലോട്ട് ചെയ്തിട്ട് ഇനി ബ്ലഡ് വൂണ്ട് ഹീൽ ആവണമല്ലോ. സോ ഹീലിംഗ് ഓഫ് വൂണ്ട് എന്ന് പറയുന്നത് ആദ്യം ഇൻഫ്ലമേഷൻ വരും. ഇൻഫ്ലമേഷൻ കഴിഞ്ഞിട്ട് ബ്ലഡ് ക്ലോട്ടിങ് വരും. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ വൂണ്ട് ഹീലാവുന്നത്. സോ വൂണ്ട് എങ്ങനെ ഹീലാവും? ഒന്നില്ലെങ്കിൽ പഴയ ടിഷ്യൂസിൻ്റെ ഡാമേജ്ഡ് ടിഷ്യൂസിൻ്റെ സ്ഥലത്ത് ന്യൂ ടിഷ്യൂസ് ഫോം ചെയ്യും. സോ വെൻ വൂണ്ട് ഒക്കേഴ്സ്, ഒരു വൂണ്ട് വരുമ്പോൾ ന്യൂ ടിഷ്യൂസ് ആർ ഫോംഡ് ഇൻ പ്ലേസ് ഓഫ് ഡാമേജ് ടിഷ്യൂസ്. അങ്ങനെയാണ് അവസാനം വൂണ്ട് ഹീലാവുന്നത്. അങ്ങനെ ഈ പുതിയ ടിഷ്യൂസ് അഥവാ ഫോം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ വൂണ്ട് നടന്നതിൻ്റെ ഒരു പാടും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവില്ല. ദേ വോണ്ട് ബി എനി സ്കാർസ് ഇൻ കേസ് ന്യൂ ടിഷ്യൂസ് ആർ ഫോംഡ് ഇൻ പ്ലേസ് ഓഫ് ഓൾഡ് ടിഷ്യൂസ്. പക്ഷേ അഥവാ ചില സിറ്റുവേഷൻസിൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ടിഷ്യൂസ് ഫോം ചെയ്യില്ല. മറിച്ച് അവിടെ ഏതെങ്കിലും ഒരു കണക്റ്റീവ് ടിഷ്യൂ വെച്ചിട്ട്, കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കാർട്ടിലേജ് ആയിരിക്കും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും എന്താ പറയുക ബ്ലഡ് എന്നൊക്കെ പറയുന്നതാണ് കണക്റ്റീവ് ടിഷ്യൂ. അപ്പോൾ അങ്ങനത്തെ കുറേ കണക്റ്റീവ് ടിഷ്യൂസ് ഉണ്ട്. സോ ന്യൂ ടിഷ്യൂസ് ഫോം ചെയ്യാതെ ചുമ്മാ ഈ ഒരു കണക്റ്റീവ് ടിഷ്യൂ തന്നെ വന്നിട്ട് വൂണ്ടിനെ ഹീൽ ചെയ്യും. അങ്ങനത്തെ സിറ്റുവേഷൻസ് ആണെങ്കിൽ നമുക്ക് ആ സ്കാർ ഭയങ്കരമായിട്ട് കാണാൻ പറ്റും. സോ ഇൻ കേസ് വെൻ ന്യൂ ടിഷ്യൂസ് കെ നോട്ട് ബി ഫോം, കണക്റ്റീവ് ടിഷ്യൂസ് ഹീൽസ് എ വൂണ്ട്. ഇൻ സച്ച് കേസസ് സ്കാർ റിമെയിൻസ്. അപ്പോൾ ഹീലിംഗ് വൂണ്ടിൽ എന്താ പഠിച്ചത്? രണ്ട് തരത്തിലുള്ള വൂണ്ട് ഹീലിംഗ് ആണ്. ഒന്ന് സ്കാർ ഉള്ളത് ആൻഡ് അടുത്തത് സ്കാർ ഇല്ലാത്തത്. സ്കാർ ഇല്ലാതാവുന്നത് എപ്പോഴാണ്? സ്കാർ ഇല്ലാതാവുന്നത് ന്യൂ ടിഷ്യൂസ് ആർ ഫോംഡ് ഇൻ പ്ലേസ് ഓഫ് ഡാമേജ് ടിഷ്യൂസ്. അങ്ങനെയാണെങ്കിൽ സ്കാർ കാണില്ല. സ്കാർ എപ്പോഴാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? ഇൻ കേസ് ന്യൂ ടിഷ്യൂസ് കനോട്ട് ബി ഫോം ആൻഡ് കണക്റ്റീവ് ടിഷ്യൂ ഹീൽസ് ദ വൂണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്കാർ കാണാൻ പറ്റും. അങ്ങനെയാണ് ഹീലിംഗ് ദ വൂണ്ട്സ് നടക്കുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ എന്താണ് പഠിച്ചത്? ഫസ്റ്റ് ലെവൽ നമ്മൾ ഡിഫൻസ് മെക്കാനിസം ഓഫ് ഹ്യൂമൻ ബീങ്സ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ തന്നെ നോൺ സ്പെസിഫിക് ഡിഫൻസ് മെക്കാനിസം ഉണ്ട്, സ്പെസിഫിക് ഡിഫൻസ് മെക്കാനിസം ഉണ്ട്. അതിൽ നോൺ സ്പെസിഫിക് ഡിഫൻസ് മെക്കാനിസത്തിൽ
ഫസ്റ്റ് ലെവൽ ഉണ്ട് which does not permit the germs to enter our body. സെക്കൻഡ് ലെവൽ ഡിഫൻസ് മെക്കാനിസത്തിൽ ഉള്ളിൽ കയറിയ സംഭവങ്ങളെ എങ്ങനെയാണ് ഇല്ലാതാക്കുന്നത്, ജേംസിനെ എങ്ങനെയാണ് ഇല്ലാതാക്കുന്നത്. സെക്കൻഡ് ലെവലിൽ തന്നെ നമ്മൾ ഇൻഫ്ലമേഷൻ പഠിച്ചു. സെല്ല് ഒരു എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതിൻ്റെ ഭാഗമായിട്ട് ബ്ലഡ് ഫ്ലോ കൂടുന്നു, അവിടെ നിന്ന് പ്ലാസ്മയും വൈറ്റ് ബ്ലഡ് സെൽസും കയറി ജേംസിനെ ഇല്ലാതാക്കുന്നു, അങ്ങനെ ഇൻഫ്ലമേഷൻ വളരുന്നു. അത് കഴിഞ്ഞ് ഇൻഫ്ലമേഷൻ പഠിച്ചു. ഇൻഫ്ലമേഷൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പഠിച്ചാണ് വൈറ്റ് ബ്ലഡ് സെൽസിൻ്റെ ടൈപ്സ്. 4 ടൈപ്പ് ഉണ്ടെന്ന് പഠിച്ചു. ന്യൂട്രോഫിൽ, ബേസോഫിൽ, ഈസിനോഫിൽ ആൻഡ് മോണോസൈറ്റ്. അതിൽ തന്നെ ന്യൂട്രോഫിലും മോണോസൈറ്റ് എന്ന് പറയുന്നതാണ് ഫാഗോസൈറ്റോസിസ് നടത്തി ജേംസിനെ കൊല്ലുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഫാഗോസൈറ്റോസിസ് നടക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇൻഫ്ലമേഷൻ പോലെ തന്നെ അടുത്തത് ബ്ലഡ് ക്ലോട്ടിംഗ് ആണ്. ബ്ലഡ് ക്ലോട്ടിങ്ങിന് വേണ്ടിയിട്ട് എന്താണ് സ്പെസിഫിക് ടിഷ്യൂസ് ഉണ്ടാക്കുന്ന ഒരു എൻസൈം ഉണ്ട്, ത്രോംബോപ്ലാസ്റ്റിൻ. ത്രോംബോപ്ലാസ്റ്റിൻ പോയിട്ട് പ്രോത്രോംബിനെ ത്രോംബിനാക്കും, ത്രോംബിൻ പോയിട്ട് ഫൈബ്രിനോജനെ ഫിബ്രിൻ ആക്കും, ഫിബ്രിൻ ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്തിട്ട് ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യുന്നു പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ടാണ് ഇൻഫ്ലമേഷനും ബ്ലഡ് ക്ലോട്ടിങ്ങും കഴിഞ്ഞിട്ടാണ് വൂൺസ് ഹീലാവുന്നത്. വൂൺസ് ഹീലാവുന്നത് 2 ടൈപ്പ് ഉണ്ട്, സ്കാർ ഉള്ളതും സ്കാർ ഇല്ലാത്തതും. സ്കാർ ഇല്ലാത്തത് ന്യൂ ടിഷ്യൂസ് ഫോം ചെയ്യുന്നു ഇൻ പ്ലേസ് ഓഫ് ഓൾഡ് ടിഷ്യൂസ്. മറ്റേ സ്കാർ ഉള്ളത് എന്ന് പറയുന്നത് കണക്റ്റീവ് ടിഷ്യൂ വന്നിട്ട് വൂണ്ട് ഹീൽ ചെയ്യുമ്പോഴാണ് സ്കാർ ഉള്ളത് എന്ന് പറഞ്ഞു. ഇനി അടുത്ത ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത് നോൺ സ്പെസിഫിക് തന്നെയാണ്, അത് ഫീവറാണ്. സോ ഫീവർ എന്ന് പറയുന്നത് എന്താ, നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ 37 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ബോഡിയുടെ ടെമ്പറേച്ചർ കൂടുമ്പോഴാണ് നമ്മൾ അതിനെ ഫീവർ എന്ന് പറയുന്നത്. സോ അതെന്ന് പറയുന്നത് ഒരു ഡിസീസാണോ? ഡിസീസ് അല്ല, മറിച്ച് അതൊരു സിംറ്റമാണ്. കാരണം വേറെ എന്തോ ഒരു ജേർമ് നമ്മുടെ ശരീരത്തിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ റേസ് ചെയ്യുന്നത്. സോ അത് റേസ് ചെയ്യാനുള്ള കാരണമുണ്ട്. സോ ഇതൊരു ഡിസീസ് അല്ല, അസുഖമല്ല, മറിച്ച് അതൊരു സിംറ്റം മാത്രമാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. സോ കുറേ പാത്തജൻസ് നമ്മുടെ ബോഡിയിലേക്ക് കയറി എന്ന് വിചാരിച്ചോളൂ. ആ പാത്തജൻസ് കുറേ ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ടോക്സിൻസ് കുറേ വൈറ്റ് ബ്ലഡ് സെൽസിനെ ട്രിഗർ ചെയ്യും. ടോക്സിൻസ് ട്രിഗർ ദ വൈറ്റ് ബ്ലഡ് സെൽസ്. അപ്പോൾ ഈ വൈറ്റ് ബ്ലഡ് സെൽസ് എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, വൈറ്റ് ബ്ലഡ് സെൽസ് വേറെ കെമിക്കൽ സബ്സ്റ്റൻസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ആസ് എ റിസൾട്ട് ഓഫ് ദ കെമിക്കൽ സബ്സ്റ്റൻസ് വിച്ച് ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ വൈറ്റ് ബ്ലഡ് സെൽസ്, ബോഡി ടെമ്പറേച്ചർ അങ്ങോട്ട് കൂടും. സോ ഈ ബോഡി ടെമ്പറേച്ചർ എന്തിനു വേണ്ടിയിട്ടാണ് കൂടുന്നത്? 2-3 കാരണങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒരെണ്ണം, പാത്തജൻസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അത് കുറയ്ക്കും. കാരണം പാത്തജൻസിന് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ കറക്റ്റ് ടെമ്പറേച്ചർ നമ്മുടെ ബോഡി ടെമ്പറേച്ചറാണ്. അപ്പോൾ അഥവാ ബോഡിയുടെ ടെമ്പറേച്ചർ കൂടിയാൽ അതിന് പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. സോ റൈസ് ഇൻ ബോഡി ടെമ്പറേച്ചർ റെഡ്യൂസസ് ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ദ പാത്തജൻസ്. രണ്ടാമത്, ഫാഗോസൈറ്റോസിസ് നടക്കില്ല, ഈ എൻഗൾഫ് ചെയ്തിട്ട് ജേംസിനെ ഡിസ്ട്രോയ് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് എഫക്റ്റീവായിട്ട് ഈ ഇൻക്രീസ്ഡ് ടെമ്പറേച്ചറിൽ നടക്കും. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടു ഫീവർ എന്ന് പറയുന്നത് കോസിങ് ഓഫ് ഫീവർ ഇസ് എ ഡിഫൻസ് മെക്കാനിസം, അതൊരു അസുഖമല്ല എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അഥവാ ഒന്നുകൂടി നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. പാത്തജൻസ് എൻ്റർ ചെയ്യുമ്പോൾ അവർ ടോക്സിൻസ് ക്രിയേറ്റ് ചെയ്യും. ആ ടോക്സിൻസ് വൈറ്റ് ബ്ലഡ് സെൽസിനെ ട്രിഗർ ചെയ്യും. ഈ വൈറ്റ് ബ്ലഡ് സെൽസ് കുറച്ച് കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യും, വിച്ച് ഇൻ ടേൺ റൈസസ് എ ബോഡി ടെമ്പറേച്ചർ. ഈ ബോഡി ടെമ്പറേച്ചർ 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് റൈസ് ചെയ്യുന്നത്. ഒരെണ്ണം മൾട്ടിപ്ലിക്കേഷൻ ഓഫ് പാത്തജൻസ് കുറയ്ക്കും. രണ്ടാമത് ഫാഗോസൈറ്റോസിസ്, അതായത് എൻഗൾഫ് ചെയ്തിട്ട് ജേംസിനെ ഡിസ്ട്രോയ് ചെയ്യുന്നത് ഭയങ്കര എഫക്റ്റീവാണ് അറ്റ് ഹൈ ടെമ്പറേച്ചർ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ഇൻഫെക്ഷൻസ് ചിലപ്പോൾ അൺകൺട്രോളബിൾ ആയിട്ട് വരും. ഭയങ്കരമായിട്ട് ജേംസ് വരുമ്പോൾ ബോഡി ടെമ്പറേച്ചർ കൂട്ടി കൊണ്ടുവരും നമ്മുടെ ബോഡി. അപ്പോൾ നമ്മൾ ബോഡി ടെമ്പറേച്ചർ ഇത്തിരി കുറയ്ക്കാൻ വേണ്ടിയിട്ട് മെഡിസിൻസ് എടുക്കും. പക്ഷേ എന്നാൽ എന്തുകൊണ്ടാണ് ഫീവർ വന്നത്? ഫീവർ വരാൻ പല കാരണങ്ങളുണ്ട്, പല ടൈപ്പ് ജേംസും ഉണ്ട്. സോ പല ടൈപ്പ് ജേംസിനെ എഫക്റ്റ് ചെയ്യാൻ ഈ പറയുന്ന പോലെ നോൺ സ്പെസിഫിക് ആണ്. അപ്പോൾ എന്താണ് ജേം എന്ന് നമുക്കറിയില്ല. സോ അതിന് വേണ്ടിയിട്ട് ഡയഗ്നോസ് ചെയ്യണം. എന്തുകൊണ്ടാണ് നമുക്ക് ഫീവർ വരുന്നത്, എക്സാക്ട് റീസൺ അറിയാൻ വേണ്ടിയിട്ട് ഇറ്റ് ഇസ് ബെറ്റർ ടു ഡയഗ്നോസ് ഇറ്റ്. ആൻഡ് മാത്രമല്ല, ബോഡി ടെമ്പറേച്ചർ കുറച്ച് ദിവസം പേഴ്സിസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ബെറ്റർ ദാറ്റ് വി ഗോ ആൻഡ് ഗെറ്റ് ട്രീറ്റഡ്. കാരണം പല ബോഡി ഓർഗൻസും ലൈക്ക് ബ്രെയിൻ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസ് എല്ലാം ഹൈ ഫീവർ കാരണം ഭയങ്കരമായിട്ട് എഫക്റ്റഡ് ആവും. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദറ്റ് വി സീക്ക് മെഡിക്കൽ അസിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ എന്താണ് ഇപ്പോൾ പഠിച്ചത്? ബോഡി ടെമ്പറേച്ചർ വെച്ചിട്ട് എങ്ങനെയാണ് ഡിഫൻസ് മെക്കാനിസം വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് പഠിച്ചു. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് എന്തൊക്കെയാണ് പഠിച്ചത്? നേരത്തെ പഠിച്ചു നമ്മുടെ ഇൻഫ്ലമേഷൻ കാരണം എങ്ങനെയാണ് ഡിഫൻസ് മെക്കാനിസം, ബ്ലഡ് ക്ലോട്ടിങ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പഠിച്ചു. ഇപ്പോൾ പഠിച്ചത് ഫീവർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. അപ്പം ഇൻഫ്ലമേഷൻ വർക്ക് ചെയ്യുന്നത് സെൽസ് കെമിക്കൽ സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ കെമിക്കൽ സബ്സ്റ്റൻസ് ബ്ലഡ് വെസൽസിനെ ഡയലേറ്റ് ചെയ്യും. അവിടെ നിന്ന് വൈറ്റ് ബ്ലഡ് സെൽസും
വൈറ്റ് ബ്ലഡ് സെൽസും ഈ പ്ലേറ്റ്ലെറ്റ്സും ഉള്ളിലേക്ക് കയറും, അങ്ങനെ ഇൻഫ്ലമേഷൻ വരും. ബ്ലഡ് ക്ലോട്ടിങ്ങിൽ ടിഷ്യൂസ് ഡീജനറേറ്റ് ചെയ്തിട്ട് ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് പറയുന്ന എൻസൈം ക്രിയേറ്റ് ചെയ്യും. ത്രോംബോപ്ലാസ്റ്റിൻ പ്രോത്രോംബിനെ ത്രോംബിനാക്കും, ത്രോംബിൻ ഫൈബ്രിനോജനെ ഫിബ്രിനാക്കും, ആൻഡ് ദിസ് ക്രിയേറ്റ്സ് എ നെറ്റ്വർക്ക് എന്ന് പഠിച്ചു. ഫീവറിൽ പാത്തജൻസ് എൻ്റർ ചെയ്യും, അത് ടോക്സിൻസ് ക്രിയേറ്റ് ചെയ്യും. അത് വൈറ്റ് ബ്ലഡ് സെൽസ് കുറച്ച് കെമിക്കൽസ് ട്രിഗർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ആ കെമിക്കൽസ് ആണ് അൾട്ടിമേറ്റ്ലി ചൂട് കൂട്ടുന്നത് എന്ന് നമ്മൾ പഠിച്ചു. സോ ഇത്രയും നേരം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് നോൺ സ്പെസിഫിക് ഡിഫൻസ് മെക്കാനിസം ആണ്. നോൺ സ്പെസിഫിക് ഡിഫൻസ് മെക്കാനിസത്തിൽ ഫസ്റ്റ് ലെവലിൽ പഠിച്ചു, സെക്കൻഡ് ലെവലിൽ നമ്മൾ പഠിച്ചു. സെക്കൻഡ് ലെവലിൽ തന്നെ നമ്മൾ 3 കാര്യങ്ങളാണ് പഠിച്ചത്. ഇൻഫ്ലമേഷൻ പഠിച്ചു, ബ്ലഡ് ക്ലോട്ടിംഗ് പഠിച്ചു, അതേപോലെ തന്നെ ഫീവർ പഠിച്ചു. ഇതിൻ്റെ ഇടയിൽ പഠിച്ചാണ് വൈറ്റ് ബ്ലഡ് സെൽസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെ ടൈപ്പ് ഉണ്ടെന്നും, മാത്രമല്ല ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്ന പ്രോസസ്സും, അത് മാത്രമല്ല ഹീലിംഗ് വൂൺസ് എങ്ങനെയാണ് ഹീൽ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചു.